എല്ലാവരും നിർബന്ധിച്ചപ്പോൾ നിന്ന് ജയിച്ച് മിനിസ്റ്ററായി എന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളെപ്പോലുള്ള IAS ഓഫീസേഴ്സ് പറഞ്ഞാലേ ഞങ്ങൾക്കറിയൂ. സാർ, ഞങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടായാലും സാറിൻ്റെയൊക്കെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെയുള്ള മൈനിങ് സ്കാമിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ കൃത്യമായിട്ട് എനിക്ക് കിട്ടണം. സാർ, വീണ്ടും ഇതുപോലുള്ള തെറ്റ് ചെയ്യാൻ ഭയപ്പെടുന്ന തരത്തിലുള്ള അന്വേഷണം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഷുവർ. പേരെന്താണ് സാർ? രാജേഷ് വർമ്മ. വർമ്മജി, എന്താ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളെപ്പോലുള്ളവർ ഈ നാട് കൊള്ളയടിക്കുന്നത് എൻ്റെ പ്രോബ്ലം. കൽക്കരിയുടെ പേരിൽ ഡയമണ്ട് ഓറല്ലേ നിങ്ങൾ സ്മഗിൾ ചെയ്യുന്നത്? വർമ്മജി, കൽക്കരിയിലുള്ളത് കാർബൺ, ഡയമണ്ടിലുള്ളതും കാർബൺ. ഇതിൽ സ്ത്രീകൾക്കിഷ്ടം ഡയമണ്ട് ആയതുകൊണ്ടാണ് അതെടുത്ത് വിൽക്കുന്നത്. നിങ്ങൾക്കുമില്ലേ ഒരു ഭാര്യ, അവർക്കും ഡയമണ്ട് വേണ്ടേ? ഞാൻ പറയുന്ന പോലെ കേൾക്കാമോ? ആലോചിച്ചിട്ട് മതി. നെവർ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവന് ഫോൺ കൊടു. സർ. എന്താ ഇത്? എല്ലാവരും ഇവിടെ എത്തിയോ? സാർ, ഈ ഹൈടെക് കുംഭകോണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ സാറിന്റെ ഷെയർ എത്രയാ? നിങ്ങൾ എത്ര പേരുണ്ട്? അഴിമതി നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്കതിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്നത്. അതല്ല സർ. സാർ, ലക്ഷം കോടി എന്നാണല്ലോ കേൾക്കുന്നത്. ആരാടോ അത്? വന്നേ. ലക്ഷം കോടിയോ? എത്ര സിമ്പിളായിട്ടോടെ താനിത് പറയുന്നത്? ഒരുമാതിരി വീഡിയോ ഗെയിമിന്റെ സ്കോർ പറയുന്ന പോലെയാണോ പണത്തെ കുറിച്ച് പറയുന്നത്? കാര്യം അറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല പ്ലീസ്. അല്ല സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ മോൾ ഒരു യാത്ര പോവാണ്. ഒരു 2 മിനിറ്റ് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തരാം. അഴിമതി നടന്ന് 24 മണിക്കൂറിനകം മന്ത്രിയുടെ മകൾ പോകുന്നുവെങ്കിൽ ആ യാത്ര എവിടേക്കാണെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നും വളരെ വ്യക്തമാണ്. ഹലോ, ചുമ്മാ വായി തോന്നുന്നു വിളിച്ച് പറയാല്ലേ? ഇത് കേട്ട ആ കോടിക്കണക്കിന് രൂപ ഞാൻ എന്റെ മോളുടെ കയ്യിൽ കൊടുത്തു വിടുന്ന പോലെ ഉണ്ടല്ലോ. പഠിക്കാനാണോ അവള് പോകുന്നത്? കഷ്ടം. എന്താടി മോളെ, എന്താ ഇതെല്ലാം? കണ്ടല്ലോ, മോളുടെ ഡ്രസ് വെക്കാൻ ഇനി സൂട്ട് കേസ് ഇവിടെ വേറെയില്ല. ഇതിപ്പോ 8ാമത്തെയാ. ഇത്രയും സൂട്ട് കേസ് എന്തിനാ? അവര് പറയും ക്യാഷ് ആണെന്ന്. ഇത്രയും ഡ്രസ് എന്തിനാ? ഡാഡി, എന്നോട് നോ പറയരുത്. ഞാൻ സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ. അമ്മോ, അതിന്റെ ഈ കാണുന്നത് തന്നെ കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം വാരി കൂട്ടിയത്. സൈക്കോളജിയിൽ PG ചെയ്യാനല്ലേ പോകുന്നത്. അതിന് എന്തിനാ ഈ ഡോൾസ് ഒക്കെ ഇവിടുന്ന് കെട്ടിപ്പറക്കി കൊണ്ട് പോകുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഡാഡി, ചെറിയ പിള്ളേരിലാണ് വണ്ടറിംഗ് ക്വാളിറ്റി കൂടുതലുള്ളത്. അവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്, ആശയങ്ങൾ കൂടുതലാണ്. അതെപ്പോഴും നമുക്ക് എത്രമാത്രം എനർജിയാ തരുന്നറിയോ? ഞാനും അങ്ങനെയാ. ഉമ്മ തന്നെ. ബെസ്റ്റ് ഓഫ് ലക്ക് മോളു. ലവ് യു ഡാഡ്.